കോമ്പറ്റീഷൻ ഗൈഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ USS പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന ചാപ്റ്ററിന്റെ ഏതാനും ഭാഗങ്ങളാണ് നോക്കിയത്. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സംഖ്യ കണ്ടാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് 576 ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ചെറിയ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് അല്ലെ. 2ന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. പ്രൈം നമ്പേഴ്സിൽ ഏക ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ കൂടിയാണ് 2. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 576നെ 5ൽ എത്ര പ്രാവശ്യം പോവും? 2 5ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. ഈ 2 4, ബാക്കി 1 അല്ലെ. അപ്പോ ഈ 1 ഈ 7ന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചേർക്കാം. അപ്പൊ എത്ര വരും? 17. 17ൽ എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. 7 2 16, ബാക്കി 1. പിന്നെന്താ ഉള്ളത്? 16. 16 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. 288 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2ൽ 2 ഒരു പ്രാവശ്യം പോകും. 8ൽ 2 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 8ലും 4 പ്രാവശ്യം പോകും. 144. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇത് ഇരട്ട സംഖ്യയാണ്. 1ല് പോയില്ല. 14ല് 7 പ്രാവശ്യം, 4ല് 2 പ്രാവശ്യം, 72. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം, ബാക്കി 1. 3 2 6 കഴിഞ്ഞ് ബാക്കി 1. 12ല് 6 പ്രാവശ്യം, 36. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ല് 1 പ്രാവശ്യം, ബാക്കി 1. 16ല് 8 പ്രാവശ്യം. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? 9 തവണ. വീണ്ടും നമുക്ക് ഈ 9 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് പറ്റും. 3 9. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ പുറത്ത് കിടക്കുന്ന ഈ സംഖ്യകള് അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ സംഖ്യകള് എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 6 ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ഈ 2 എണ്ണമായിട്ട് നമ്മൾ എടുക്കാം. 2 2 2 2 2. പിന്നെ എന്ത് ചെയ്യാ? 3. അപ്പോ ഈ 576 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 2 × 2. 2 × 2 എന്നുള്ളത് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇൻറ്റു വീണ്ടും ഇതാ ഇവിടെ 2 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു വീണ്ടും ഇതാ ഒരു 2 സ്ക്വയർ കൂടി 2 സ്ക്വയർ അല്ലെ. വീണ്ടും എന്താ ഉള്ളത്? 2 3 ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? 3 സ്ക്വയർ എന്ന് എഴുതാം. 3 സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ റൂട്ട് 576 എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ആയിരിക്കും? ഇതിന്റെ റൂട്ട് അങ്ങോട്ട് എഴുതാം അല്ലെ. അപ്പൊ എന്ത് വരും? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ 2 സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? ഒരു സംഖ്യയുടെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പൊ 2 സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്, 2 ആണ്, 2 ആണ്, 3 ആണ്. ഈ 2 4, 4 2 8, 3 24 എന്ന് കിട്ടും അല്ലെ. 24 എന്ന് കിട്ടുന്നു. അപ്പോൾ 576ന്റെ റൂട്ട് എത്രയാണ്? 24 ആണ്. അതുകൊണ്ട് ഈ 576 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇനി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇതേപോലെ ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെ. അപ്പൊ നോക്കാം. അതില് സ്ക്വയറുകളായിട്ട് ഈ സംഖ്യകളെ മുഴുവൻ ഇതേപോലെ സ്ക്വയറുകളാക്കി എഴുതാൻ പറ്റുമെങ്കിൽ അതെന്താണ്? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ 576 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് 512 ചെക്ക് ചെയ്ത് നോക്കാം. അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ നമുക്ക് നോക്കാം. 512 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇത് ഇരട്ട സംഖ്യ ഉണ്ട്. 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 5ല് 2 പ്രാവശ്യം, ഈ 2 4, ബാക്കി 1. അപ്പൊ 11 ആവും. 11ല് 5 പ്രാവശ്യം, അത് 2 10, ബാക്കി 1. അപ്പൊ 12 ആവും. 6 പ്രാവശ്യം അല്ലെ. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 2ല് 1 പ്രാവശ്യം, 5ല് എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. ഈ 2 4 1 5 അല്ലെ. അപ്പൊ ആ 1 കൂടെ ഇട്ടു. 16ല് 8 പ്രാവശ്യം. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ല് പോയില്ല. 12ല് 6, 8ല് 4. വീണ്ടും 2 കൊണ്ട് 3 2. വീണ്ടും 2 കൊണ്ട് 32ല് എത്ര പ്രാവശ്യം പോകും? 3ല് 1 പ്രാവശ്യം അല്ലെ. ഒരു 2 2 1 3 2
അവശിഷ്ടം 1, 12 6 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് 8, വീണ്ടും 2 കൊണ്ട് 4, വീണ്ടും 2 കൊണ്ട് 2. ഇനി ഇതിന്റെ പുറത്തുള്ളത് ഇതുപോലെ നമുക്ക് ഈ 2 എണ്ണം ആക്കി എടുക്കാൻ പറ്റുമോ? ഈ 2 എണ്ണം വരച്ചു, ഈ 2 എണ്ണം വരച്ചു, ഈ 2 എണ്ണം വരച്ചു, ഈ 2 എണ്ണം വരച്ചു. പക്ഷെ ഇതിന് കമ്പനി ഉണ്ടോ? ഇല്ല, അത് ഒറ്റപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു ഒറ്റയായിട്ട് വന്നാൽ അതെന്താവില്ല? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ 2, 3 ഉണ്ട്, അതുകൊണ്ടാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വന്നത്. ഇവിടെ ഒറ്റപ്പെട്ട ഒരാൾ കിടക്കുന്നു, അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുമോ? ഇല്ല, ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മാർഗം മനസ്സിലായല്ലോ അല്ലെ? ഇന്നലെ നമ്മൾ പഠിച്ചതുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നോക്കാം, ഇവിടെ അവസാനത്തെ അക്കം ഏതാണ്? 6 ആണ്. 6 വന്നാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. കാരണം 4ന്റെ വർഗം 6 ആണ്. അതുപോലെ തന്നെ 6ന്റെ വർഗം 36 ആണ്. 36ന്റെ അവസാനത്തെ അക്കവും 6 ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് വരാൻ സാധ്യതയുള്ള ലിസ്റ്റിൽ തന്നെ പെടും. എന്നാൽ 512 ഇവിടുത്തെ അവസാന അക്കം ഏതാണ്? 2 ആണ് അല്ലെ? 2 ആകുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ കൂട്ടത്തിൽ വരുമോ? ഇല്ല. 2, 3, 7, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളൊന്നും എന്താവാൻ സാധ്യതയില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ സാധ്യതയില്ല. അത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ത്? 512 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന്. ഒരു ചോദ്യം നമുക്ക് തന്നിരിക്കുന്നു. ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ ബൈ വിച്ച് 1452 should multiplied or divided to make it a perfect square. എന്താണ് ചോദ്യം? 1452നെ താഴെ തന്നിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും. നമ്മളോടുള്ള ചോദ്യം 1452 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 1452 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന്. പക്ഷെ ഈ 1452നെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും. ആ സംഖ്യ ഏത് എന്നാണ് നമ്മളുള്ള ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. 1452 ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇതൊരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 പോയില്ല, 14 7 പ്രാവശ്യം. 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. ഈ 2 4, ബാക്കി 1. ഇവിടെ ചേർക്കുമ്പോ അപ്പൊ എന്തായി? 12 ആയി. 12 എത്ര പ്രാവശ്യം പോവും? 6 പ്രാവശ്യം പോവും. 726 എന്ന് കിട്ടുന്നു. വീണ്ടും എത്ര കൊണ്ട് പോകും? 2 കൊണ്ട് പോകും. 2 7 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. 3 2 6, ബാക്കി 1. 12 6 പ്രാവശ്യം. 6 3 പ്രാവശ്യം. 363. വീണ്ടും എത്ര കൊണ്ട് പോകും? 2 കൊണ്ട് പറ്റില്ല, കാരണം ഇത് ഒറ്റ സംഖ്യയാണ്. 363 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് നമുക്ക് അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3 ആണ് അല്ലെ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്ങനെ അറിയാം 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂട്ടുക. 3ഉം 6ഉം 3ഉം കൂടെ കൂട്ടുക. 3ഉം 6ഉം 9, 9ഉം 3ഉം 12. 12 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ, 3 4 12 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 363നെ എത്ര കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഒരു സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോ 363നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ല് 3 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും. 6ല് 2 പ്രാവശ്യം പോകും. ഈ 3ല് 1 പ്രാവശ്യം പോകും. 1 3 3 അല്ലെ? ഇനി എത്ര ഉള്ളത്? 121 ആണ്. 121നെ നമുക്ക് 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 3 കൊണ്ട് പറ്റുമോ? 1 2 3 3 1 4. 4 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? ഗുണിതമാണോ? അല്ല. പിന്നെ എത്ര കൊണ്ട് പറ്റും? നമുക്ക് പ്രധാനപ്പെട്ട പ്രൈം നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കണം. 121 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണ്. 11 11 121 ആണ്. അപ്പൊ എത്ര കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 121നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 11 121 ആണ്. ഇനി നമുക്ക് നോക്കാം.
നോക്കാം. ഇവിടെ രണ്ടുണ്ട്, 3 ഒരെണ്ണേ ഉള്ളൂ അല്ലേ. പിന്നെ ഇത് 11 രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതാണ്? 3. ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്, 11 സ്ക്വയർ ഉണ്ട്, 11 സ്ക്വയർ ഉണ്ട്. പക്ഷെ 3 ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. 3 സ്ക്വയർ ഇവിടെ ഉണ്ടോ? ഇല്ല. ഒന്നുവരിയിൽ 3 സ്ക്വയർ ആയിട്ട് മറ്റൊരു 3 കൂടി വേണം. അതല്ലെങ്കിൽ ഈ 3 റിമൂവ് ചെയ്യണം. 3 റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു 3 കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ ഇതില് ഏതാണ് ആൻസർ? ഈ 3 ആണ്. അപ്പൊ ഈ 1452 എന്ന സംഖ്യയെ ഒന്നുവരിയിൽ 3 കൊണ്ട് ഗുണിക്കുകയോ അതല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കുകയോ ചെയ്തെങ്കിൽ ഇതെന്താകുമായിരുന്നു? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആകുമായിരുന്നു. നമ്മുടെ ചോദ്യം നോക്കിയേ, ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ ബൈ വിച്ച് 1452 ഷുഡ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതിലേത്? അതേതാണ്? 3 ആണ് അല്ലെ. അപ്പൊ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്പർ ആയിരിക്കാം. ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറുക. ആൻസർ എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ. മറ്റൊരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 4/x⁴? അപ്പൊ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് തന്നിരിക്കുന്ന ഇതല്ല, സ്ക്വയറിനകത്ത് തന്നിരിക്കുന്ന നമ്മുടെ സ്ക്വയറിന്റെ രൂപത്തിലേക്ക് മാറ്റുക. ഇവിടെ 4 എന്നുള്ളതാണ്. 4 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ x⁴ എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? x²ന്റെ സ്ക്വയർ ആണ് x⁴. ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. x⁴n എന്ന് പറഞ്ഞാൽ x⁴m × n ആണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 2² എന്ന് എഴുതാം. അപ്പൊ x⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? x² ഹോൾ സ്ക്വയർ എന്നാണ്. 2 × 2 ആണ് എന്ത്? 4. അപ്പൊ ഇത് നമ്മൾ സ്ക്വയറിന്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? s²ന്റെ സ്ക്വയർ എന്നാക്കാം. അപ്പോൾ എത്ര വരും? 2² റൂട്ട് എത്ര വരും? 2 വരും. അതുപോലെ തന്നെ s²ന്റെ റൂട്ട് എത്ര വരും? x² വരും. അപ്പൊ ഇതിന്റെ റൂട്ട് എത്രയാണ്? 2/x² എന്നാണ് വരിക. മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 216? ഇതെന്തെന്ന് വായിക്കാം? ക്യൂബ് റൂട്ട് ഓഫ്. മുമ്പ് നമ്മൾ ഇതുപോലെ എഴുതിയിരുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ആണ് അല്ലെ. യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ എഴുതേണ്ടിയിരുന്നു. പക്ഷേ ഈ റൂട്ടിന്റെ കാര്യത്തിൽ 2നേക്കാൾ ചെറിയ ഒരു റൂട്ട് നമ്മൾ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് മാത്രം ഇടുന്നു, 2 എന്ന് എഴുതാറില്ല. ഇത് സ്ക്വയർ റൂട്ടും ഇത് ക്യൂബ് റൂട്ടും. ക്യൂബ് റൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ അകത്ത് എന്തെന്ന് എഴുതണം? 3 എഴുതണം. ഇത് വായിക്കുക, ക്യൂബ് റൂട്ട് ഓഫ് 216. അപ്പൊ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 2ന്റെ സ്ക്വയർ റൂട്ട് ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 2 × 2 × 2 ആയിരിക്കും 2 എന്ന് പറയുന്നത്. 3 പ്രാവശ്യം ഗുണിക്കണം എന്ന് ചുരുക്കം. അപ്പോ 216ന്റെ ക്യൂബ് റൂട്ട് എത്രയായിരിക്കും എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത് 4, 6, 8, 12 എന്നിങ്ങനെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതായിരിക്കും എന്നാണ് നമ്മളുള്ള ചോദ്യം. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. എന്ത് ചെയ്യണം? 216 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇരട്ട സംഖ്യ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ ഒരു പ്രാവശ്യം. 1ൽ പോകുമോ? ഇല്ല. 0 ഇട്ടു, അടുത്ത സംഖ്യ എടുത്തു. 16ൽ 8 പ്രാവശ്യം. ഇതൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 1ൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാൻ അടുത്ത സംഖ്യയോടെ എടുത്ത് 16ൽ പോയിട്ട് 8 എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. 0 ഇട്ടുകൊണ്ട് മാത്രമേ അടുത്ത സംഖ്യ എടുക്കാമുള്ളൂ. ഓക്കെ. വീണ്ടും എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. 8ൽ 4 പ്രാവശ്യം. 54. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 27 അല്ലെ. 5ൽ 2 പ്രാവശ്യം, ബാക്കിന്ന് 14ൽ 7 പ്രാവശ്യം. ഇനി 27 നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് പറ്റുമോ? 2, 7, 9 അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിലും 9, 27 എന്ന് നമുക്ക് അറിയാവുന്നതാണ്.
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം. 9 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 പ്രാവശ്യം. നേരത്തെ നമ്മള് സ്ക്വയർ റൂട്ട് കണ്ട സമയത്ത് എന്താണ് ഈ രണ്ടെണ്ണത്തിന്റെ ഗ്രൂപ്പാണ് എടുത്തത് അല്ലെ. ഇവിടെ എന്താ നമുക്ക് കാണേണ്ടത്? ക്യൂബ് റൂട്ടാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് 3 വീതം എടുക്കുക. അപ്പൊ ഇത് 216 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് എന്ത് 3 2 × 2 × 2 എന്നുള്ള എന്ത് എഴുതാം? 2 ക്യൂബ് ഇൻറ്റു 3 × 3 × 3 എന്നുള്ള എന്ത് എഴുതാം? 3 ക്യൂബ്. ഇനി ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നതാണ് എക്സ് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്താണ്? എക്സ് ആണ്. അപ്പോ ക്യൂബ് റൂട്ട് ഓഫ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2ഉം ക്യൂബ് റൂട്ട് ഓഫ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3ഉമാണ്. 2 × 3 എത്രയാണ്? 6. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി. എത്രയാണ്? 6 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോ ഇന്ന് പറഞ്ഞ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു.